കാലുകളിൽ മാന്ത്രിക താളമുള്ള ആയിരക്കണക്കിന് കുട്ടികൾ ബ്രസീലിലെ തെരുവുകളിലും അക്കാദമികളിലും പന്ത് തട്ടുന്നുണ്ട്. പക്ഷേ നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ അവർക്കെല്ലാം മുകളിലായിരുന്നു. ജോഗോ ബൊണീറ്റയുടെ സുന്ദര താളങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നവൻ. ബ്രസീലിയൻ മൈതാനങ്ങൾക്ക് മേൽ പറക്കുന്ന യൂറോപ്യൻ ക്ലബ്ബുകളുടെ ക്യാമറയിൽ നെയ്മർ പണ്ടേ കുരുങ്ങിയിരുന്നു. 14-ാം വയസ്സിലെ റയൽ മാഡ്രിഡ് അവനെ അക്കാദമിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഗലാറ്റിക്കോസിന് പിന്നാലെ ക്ലബ്ബ് പോകുന്ന കാലത്തും നെയ്മറിൽ റയൽ പ്രതീക്ഷ വെച്ചു. പക്ഷേ ആ കരാർ നടക്കാതെ പോയി. ബ്രസീലിലെ പൈതൃക സംഘങ്ങളിലൊന്നായ സാന്റോസിലായിരുന്നു നെയ്മറിന്റെ സീനിയർ അരങ്ങേറ്റം. ലീഗിലും കോപ്പ ലിബർട്ടഡോറസിലുമെല്ലാം നെയ്മർ നിറഞ്ഞാടിയതോടെ ലോകമാകെ ബ്രസീലിലെ അത്ഭുത ബാലന്റെ കഥ പരന്നു തുടങ്ങി. ബ്രസീലിലെ പുതിയ അവതാരത്തെ വാങ്ങാൻ യൂറോപ്യൻ ക്ലബ്ബുകൾ സാന്റോസിലേക്ക് പലകുറി ദൂതന്മാരെ വിട്ടു. ചെൽസി, വെസ്റ്റ് ഹാം, റയൽ മാഡ്രിഡ് അടക്കമുള്ള പലരും വന്ന് സാന്റോസിനോട് നെയ്മറെ ചോദിച്ചു. പക്ഷേ നെയ്മർ സാന്റോസിൽ തന്നെ കളി തുടർന്നു. സാക്ഷാൽ പെലെ അടക്കമുള്ളവർ നെയ്മറോട് ബ്രസീലിൽ തുടരാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു. യൂറോപ്യൻ ക്ലബ്ബുകളിലെ താരങ്ങൾ മാത്രം ഇരിക്കുന്ന ബാലൻഡിയോർ പട്ടികയിൽ ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസിൽ നിന്നും നെയ്മർ ഇരിപ്പിടമുറപ്പിച്ചു. അതും ഒന്നല്ല 2 തവണ. അതായിരുന്നു നെയ്മറുടെ റേഞ്ച്.